നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സമരസൂര്യൻ VS അച്യുതാനന്ദന് തലസ്ഥാന നഗരത്തിന്റെ യാത്രാമൊഴി. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ. ദർബാർ ഹാളിൽ നിന്നും വിലാപയാത്ര പുറപ്പെട്ടത് 2 മണിയോടെ. VSന്റെ സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ. വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക്. VSനെ അവസാനമായി കാണാൻ വഴിവക്കിൽ കാത്തുനിന്നത് ആയിരങ്ങൾ. VSന്റേത് സമര പോരാട്ടങ്ങളുടെ കനൽ വഴികൾ താണ്ടിയ രാഷ്ട്രീയ ജീവിതം. കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും നെഞ്ചുറപ്പോടെ നേരിട്ട പോരാളി. VS ഇനി അമരസ്മരണം. ഷാർജയിൽ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തി. ബുധനാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് ബന്ധുക്കൾ. കേരളപുരം പുട്ടാണിമുക്ക് സൗപർണിക വീട്ടുവളപ്പിലാണ് സംസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. സമരസൂര്യൻ VS അച്യുതാനന്ദന് തലസ്ഥാന നഗരത്തിന്റെ യാത്രാമൊഴി. ആയിരങ്ങളാണ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലും AKG സെന്ററിലും ദർബാർ ഹാളിലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. കനത്ത മഴയെയും അവഗണിച്ച് ആയിരങ്ങളാണ് ദർബാർ ഹാളിൽ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന് ആദരമർപ്പിക്കാനായി എത്തിയത്. വഴിയിലുടനീളം മുദ്രാവാക്യം വിളികളുമായി ജനങ്ങൾ പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. മകന്റെ വസതിയിൽ നിന്നും വിലാപയാത്രയായാണ് ദർബാർ ഹാളിലേക്ക് മൃതദേഹം എത്തിച്ചത്. കനത്ത മഴയെയും തിരക്കിനെയും വകവയ്ക്കാതെ ആയിരങ്ങളാണ് പുലർച്ചെ തന്നെ VSനെ കാണാൻ ദർബാർ ഹാളിൽ തടിച്ചുകൂടിയിട്ടുള്ളത്. CPM ജനറൽ സെക്രട്ടറി MA ബേബി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ അശോക് ധാവളെ, വിജു കൃഷ്ണൻ, മുതിർന്ന നേതാക്കളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങി മുഴുവൻ നേതാക്കളും ദർബാർ ഹാളിൽ ഉണ്ടായിരുന്നു. 1 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന സമരജീവിതത്തിന് തിരശ്ശീല വീഴുമ്പോൾ VS എന്ന വിപ്ലവ നക്ഷത്രത്തെ ഒരു നോക്ക് കാണാൻ തലസ്ഥാനത്തേക്ക് പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. മകന്റെ വസതിയായ ബാട്ടൺ ഹില്ലിലെ വീട്ടിൽ VSനെ കാണാനെത്തുന്നവർ തൊണ്ട പൊട്ടുമാറ് മുദ്രാവാക്യങ്ങൾ മുഴക്കി. കണ്ണുകൾ നിറഞ്ഞൊഴുകിയപ്പോഴും തൊണ്ടയിടറാതെ തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവർ മറന്നില്ല. രാത്രി വൈകിയും AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് പ്രിയ നേതാവിനെ കാണാനെത്തിയ ജനക്കൂട്ടം വീടുവരെയും അനുഗമിച്ചു. പ്രായഭേദമന്യേ നിരവധി പേരാണ് VSനെ AKG സെന്ററിൽ നിന്ന് വീടുവരെ അനുഗമിച്ചത്. VSനെ കാണാനായി വീടിനു ചുറ്റും ജനം തടിച്ചുകൂടിയിരുന്നു. പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളും VSന്റെ വസതിയിലുണ്ടായിരുന്നു. കാലങ്ങളായി താമസിച്ചിരുന്ന വീട്ടിലേക്ക് VSനെ അവസാനമായി എത്തിച്ചപ്പോൾ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വൻ ജനപ്രവാഹമായിരുന്നു. ന്യൂസ് ഡെസ്ക്. VS അച്യുതാനന്ദന്റെ സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് എത്തിക്കും. വിവിധ കേന്ദ്രങ്ങളിൽ പൊതുജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. VS അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് നടക്കുന്നത്. ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായാണ് മൃതദേഹം എത്തിക്കുക. ബുധനാഴ്ച രാവിലെ 9-ന് CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം നടക്കും. തുടർന്ന് ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം ഉണ്ടാകും. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ
പൊതുദർശനത്തിനായി ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം നടക്കുക. തുടർന്ന് സർവകക്ഷി അനുശോചന യോഗവും നടക്കും. തിരുവനന്തപുരത്തു നിന്നും വിലാപയാത്രയായി ആലപ്പുഴയിലേക്കുള്ള യാത്രാമധ്യേ വിവിധയിടങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പാരിപ്പള്ളി, ചാത്തന്നൂർ, കൊട്ടിയം, ചിന്നക്കട ബസ് ബേ, കാവനാട്, ചവറ ബസ് സ്റ്റാൻഡ്, കരുനാഗപ്പള്ളി, ഓച്ചിറ എന്നിവിടങ്ങളിലും ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. VS അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിക്കാൻ ആലപ്പുഴ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ക്രമീകരണങ്ങൾ ഒരുക്കി. ബുധനാഴ്ച രാവിലെ 9 മുതൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും കടപ്പുറത്ത് റീക്രിയേഷൻ ഗ്രൗണ്ടിലുമാണ് പൊതുദർശനം. VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആലപ്പുഴ ജില്ലയിലും വിപുലമായ ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ അതിർത്തിയായ ഓച്ചിറ, KPSC ജംഗ്ഷൻ, കായംകുളം GDM ഓഡിറ്റോറിയം, കരിയിലക്കുളങ്ങര, നങ്ങ്യാർകുളങ്ങര, ഹരിപ്പാട്, കരുവാറ്റ, തോട്ടപ്പള്ളി, അമ്പലപ്പുഴ കച്ചേരിമുക്ക, വണ്ടാനം ആശുപത്രി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. തുടർന്ന് VSന്റെ വേലിക്കകത്ത് വീട്ടിൽ എത്തിച്ചേരും. ബുധനാഴ്ച രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ട കിഴക്കൻ റോഡ് വഴി വടക്കോട്ടെത്തി പഴയ വീട് ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ടെത്തി പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേരും. രാവിലെ 9 മുതൽ 10 വരെ ജില്ലാ കമ്മിറ്റി ഓഫീസായ P. കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിൽ പൊതുദർശനം. 10 ശേഷം ഭൗതിക ശരീരം തിരുവമ്പാടി ജംഗ്ഷനിൽ നിന്നും വടക്കോട്ടെത്തിച്ച ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ട് പോയി കളക്ട്രേറ്റ് ജംഗ്ഷൻ വഴി പടിഞ്ഞാറോട്ട് ബീച്ചിലെത്തി വടക്കുഭാഗത്തേക്കെത്തി റിക്രിയേഷൻ ഗ്രൗണ്ടിലെത്തും. രാവിലെ 11 മുതൽ 3 മണി വരെ റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് പൊതുദർശനം. ഇതിനുശേഷം വിലാപയാത്രയായി തിരുവമ്പാടി ജംഗ്ഷനിലെത്തി വലിയ ചുടുകാട്ടിൽ എത്തിച്ചേരും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതിനുശേഷം അനുശോചന സമ്മേളനവും നടക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സമര പോരാട്ടങ്ങളുടെ കനൽ വഴികൾ താണ്ടിയ രാഷ്ട്രീയ ജീവിതമായിരുന്നു VSന്റേത്. 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിലായിരുന്നു വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദന്റെ ജനനം. വ്യക്തിജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും നെഞ്ചുറപ്പോടെ നേരിട്ട പോരാളി. ചെറുത്തുനിൽപ്പുകൾ, പ്രതിഷേധങ്ങൾ, മർദ്ദനങ്ങൾ, ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരം, ഒളിവ് ജീവിതം, അറസ്റ്റ്, ദിവസങ്ങൾ നീണ്ട കൊടിയ പോലീസ് മർദ്ദനം, ഇവയ്ക്കൊന്നും VS എന്ന പോരാട്ട വീരത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. ജയിൽവാസവും നീണ്ട ഒളിവു ജീവിതവുമെല്ലാം VS എന്ന രാഷ്ട്രീയ മനുഷ്യനെ പരുവപ്പെടുത്തിയെടുത്തു. അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം തയ്യൽ തൊഴിലാളിയായി. അതിനിടെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശം. 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ അംഗമായി. 1954 പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ VS 1956 ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി. പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു. 1959 CPI ദേശീയ കൗൺസിൽ അംഗം. 64 CPI ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 പേർ ചേർന്ന് CPM രൂപീകരിച്ചു. അതിൽ പ്രമുഖനായിരുന്നു VS. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു VSന്റെ ആദ്യകാല പ്രവർത്തനം. ദുരിത ജീവിതം മാത്രം അറിയാവുന്ന തൊഴിലാളികൾക്ക് നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തു പകർന്നു നൽകുകയായിരുന്നു VS എന്ന നേതാവ്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. കാലങ്ങളായി ജന്മി തമ്പ്രാക്കൾക്ക് മുൻപിൽ തലകുനിച്ച് കൈകൂപ്പി നിന്നിരുന്ന തൊഴിലാളികൾ വേതന വർധനവ് ആവശ്യപ്പെട്ട് സമരം ആരംഭിച്ചു. കുട്ടനാടിന്റെ വയലേലകളിൽ മുദ്രാവാക്യങ്ങൾ കൊടുങ്കാറ്റായി. എന്നാൽ VS എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഇല്ലായ്മ ചെയ്യാനായിരുന്നു ജന്മിമാരുടെ തീരുമാനം. പുന്നപ്ര വയലാർ സമരത്തിനു പിന്നാലെ അറസ്റ്റിലായ VS കൊടിയ മർദ്ദനത്തിന് ഇരയായി. കാലിൽ ബയണിറ്റ് കുത്തിയിറക്കി മരിച്ചെന്ന് കരുതി VSനെ പോലീസുകാർ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ അവിടെ നിന്നും അദ്ദേഹം തിരികെ എത്തി. പിന്നീട് അങ്ങോട്ട് പകരക്കാരനില്ലാത്ത രാഷ്ട്രീയ നേതാവായി, കമ്മ്യൂണിസ്റ്റ് നേതാവായി അദ്ദേഹം വളരുകയായിരുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനായി നിന്ന ജനകീയ നേതാവായി VS മാറി. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ശബ്ദമായി നിലകൊണ്ട് അവർക്ക് ദിശാബോധം നൽകി. 2006 മുതൽ 2011 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന VS 82 വയസ്സിൽ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ നേതാവുമായിരുന്നു. സജീവ രാഷ്ട്രീയത്തിൽ നിന്നൊഴിഞ്ഞ വിശ്രമ ജീവിതം നയിച്ചപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു ശൂന്യതയുണ്ട്. VS ഇല്ലാത്ത കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. എങ്കിലും അദ്ദേഹം ഇനി അമരസ്മരണയാണ്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നോവൽ ചർച്ചയിൽ പങ്കെടുക്കാൻ നോവലിസ്റ്റുമെത്തി. വ്യത്യസ്തതകളോടെയുള്ള നോവൽ ചർച്ചയും വേറിട്ടതായി. കായംകുളം കൃഷ്ണപുരം അകമ്പുറം ചർച്ചാവേദിയാണ് നോവലിസ്റ്റിനൊപ്പം ചേർന്ന് നോവലിന്റെ വഴികൾ ചർച്ച ചെയ്തത്.
തികഞ്ഞ ഗ്രാമീണ അന്തരീക്ഷത്തിൽ വീട്ടുമുറ്റത്ത് അവർ ചർച്ച ചെയ്തത് എസ് ഹരീഷിന്റെ പട്ടുനൂൽപ്പുഴു എന്ന നോവലായിരുന്നു. ബഹുവന്യതേ നമ്മുടെ അകമ്പുറത്തിൻ്റെ ചർച്ചാവിധിയുടെ 6ാമത്തെ പ്രോഗ്രാമാണ്. ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് 6 പ്രോഗ്രാമാണ് നടത്താൻ സാധിച്ചത്. ആദ്യത്തെ പുസ്തകം നമ്മൾ ചർച്ച ചെയ്തത് പങ്കോടിൻ്റെ ഉരുവം എന്ന കഥ ചർച്ചയ്ക്കെടുത്തു. 4ാമത്തേത് 2023 അവാർഡ് നേടിയ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ വിഭാഗത്തിൽ അവാർഡ് നേടിയ ഹരിദാസ് സാവിത്രിയുടെ സിൻ ചർച്ച ചെയ്തു. അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ഷീല ടോമിയുടെ ആ നദിയോട് പേര് ചോദിക്കരുത് എന്നുള്ള പുസ്തകം. ഇപ്പോഴാണ് ശ്രീ എസ് ഹരീഷിൻ്റെ പട്ടുനൂൽപ്പുഴു, അദ്ദേഹത്തിൻ്റെ 3ാമത്തെ പുസ്തകമാണിത്. 1 മീശ, 2 ആഗസ്റ്റ് 17, 3ാമത്തെ പുസ്തകം പട്ടുനൂൽപ്പുഴു. ഭയം, ഏകാന്തത, സാമൂഹികമായ ഒറ്റപ്പെടൽ എന്നിവ പ്രമേയമായി എസ് ഹരീഷ് എഴുതിയ നോവലാണ് പട്ടുനൂൽപ്പുഴു. വായനക്കാരന് തൻ്റേതായ രീതിയിൽ വിഷയങ്ങളെ സമീപിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന പ്രമേയമാണ് നോവലിസ്റ്റ് പട്ടുനൂൽപ്പുഴുവിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും അതിജീവിച്ച സാഹിത്യരൂപമാണ്, എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ഒരു സാഹിത്യരൂപമാണ്. ഇപ്പം വിദേശത്തൊക്കെ ധാരാളം പുതിയ നോവലുകൾ വരുമ്പോൾ അത് ചിലതൊക്കെ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയധികം വൈവിധ്യമുള്ള നോവലുകൾ അവിടെയൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ നോസ്ഗാർഡ് എന്ന ഒരു എഴുത്തുകാരുണ്ട്, നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. നോർവീജിയൻ എഴുത്തുകാരാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന എഴുത്തുകാരാണ്. അദ്ദേഹത്തിൻ്റെ നോവൽ വായിച്ചാൽ അത് ആത്മകഥയാണോ അല്ലെങ്കിൽ നോവലാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അത്ര ഒരു തരത്തിൽ പുതിയ ഫോമിൽ എഴുതിയ നോവലുകൾ വരുന്നുണ്ട്. ചില നോവലുകൾക്കകത്ത് ചില ലേഖനങ്ങളുണ്ട്, യാത്രാവിവരണങ്ങളുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു സാഹിത്യരൂപമായിട്ട് നോവൽ പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ 2020 ശേഷം പറഞ്ഞല്ലോ, ധാരാളം പുതിയ നോവലുകൾ വന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്, അജീഷിനൊക്കെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റും. പലരി മാണിക്യം എന്ന് പറയുന്നൊരു നോവലുണ്ട്, പലരി മാണിക്യം, ടി.പി. രാജീവൻ്റെ. അത് ഇറങ്ങിയപ്പോൾ മുതലാണ് ഇങ്ങനെ ഒരു നോവലിനൊരു വലിയ മാറ്റം ഇവിടെ സംഭവിക്കുന്നത്, കേരളത്തിൽ സംഭവിക്കുന്നത്. നോവലിലെ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ഭയങ്ങളും വിഷാദങ്ങളും വായനക്കാരനും പങ്കുവച്ച സാർത്ഥകമായ ഒരു ചർച്ചാവേദിയാണ് കൃഷ്ണപുരത്ത് വീട്ടുവളപ്പിൽ നടന്നത്. കൃഷ്ണപുരം അകമ്പുറം ചർച്ചാവേദിയുടെ നേതൃത്വത്തിലാണ് എസ് ഹരീഷിൻ്റെ പട്ടുനൂൽപ്പുഴു ചർച്ച ചെയ്തത്. നോവലിസ്റ്റ് ഹരീഷും ചർച്ചയിൽ പങ്കാളിയായി എന്നുള്ളതായിരുന്നു ഇതിൻ്റെ വേറിട്ട പ്രത്യേകത. ലളിതമാണെങ്കിലും ശക്തമായ ഭാഷ ഉപയോഗിച്ചിട്ടുള്ള നോവലാണ് പട്ടുനൂൽപ്പുഴു. പട്ടുനൂൽപ്പുഴു മികച്ച വായനാനുഭവമാണ് നൽകുന്നതെന്നും കഥാപാത്രങ്ങളുടെ ലോകത്തേക്ക് വായനക്കാരെ ആവാഹിക്കാൻ ഇതിന് കഴിയുമെന്നും പല നിരൂപകരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സാഹിത്യലോകത്തും വായനക്കാർക്കിടയിലും നോവലിന് ലഭിച്ച സ്വീകാര്യത അകമ്പുറത്തിൻ്റെ ചർച്ചയിലും പ്രകടമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പി. പത്മരാജൻ പുരസ്കാരം നേടിയ കൃതിയാണ് പട്ടുനൂൽപ്പുഴു. യുവനിരൂപകൻ അജീഷ് ജി ദത്തൻ നോവലിനെ വിലയിരുത്തി. എന്തെങ്കിലും ഒരിക്കലും വരണമെന്ന് പറയും, പക്ഷെ ആള് പറയും ഇത് വളരെ ചെറിയൊരു പരിപാടിയാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് വലിയൊരു പരിപാടിയാണ്. വലിയ പരിപാടി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ എണ്ണത്തിന്റെ വലിപ്പത്തിലല്ല. ഈ ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇത്തരം എനിക്ക് തോന്നുന്നു ഇത്തരം കൂട്ടായ്മകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ചും കൂടെ ഒന്ന് ചലനാത്മകമായിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ മുൻപ് ഇപ്പോൾ എം ഗോവിന്ദനെ പോലുള്ള ആൾക്കാരൊക്കെ എപ്പോഴും വളരെ കുറച്ചു പേരുടെ കൂട്ടായ്മയാണ്, അല്ലാതെ ഒരു ആയിരക്കണക്കിന് പേര് തിങ്ങിയിരിക്കുന്ന ഒരു സ്റ്റേജ് അങ്ങനെയുള്ള ഒരു സംവിധാനം അല്ല. ഈ മലയാളത്തിലെ ഏറ്റവും എന്താ പറയുക പ്രമുഖനായിട്ടുള്ള ഒരു ബുദ്ധിജീവിയായിരുന്നു എം ഗോവിന്ദൻ. അതുപോലെ തന്നെ കവിയായിരുന്നു, കഥാകൃത്തായിരുന്നു, ഒക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ചിന്തകനായിരുന്നു അതിനേക്കാൾ ഉപരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ്, ഈ വളരെ കുറച്ച് ആളുകൾ. അപ്പോൾ അത് കൂടുതൽ എഫക്റ്റീവ് ആകും എന്നുള്ള ഒരു അഭിപ്രായം എനിക്കും ഈ കാര്യത്തിലുണ്ട്. രേഖാർത്താങ്കൾ, ഡോക്ടർ ശിശുപാലൻ, സുരേഷ് വർമ്മ, ജേക്കബ് ഉമ്മൻ, വാത്തുശ്ശേരിൽ മനോഹരൻ, ഭദ്രൻ കാർത്തിക, എൻ അമൽകുമാർ, ബെൻസി മൂലവീട്ടിൽ, ജി അനി, ഹരികുമാർ കൊട്ടാരം, സുമേഷ് കുമാർ, യമുന, ഹരീഷ്, ലേഖ സുദർശനൻ, അജിത് കുമാർ കോയിക്കലേത്ത തുടങ്ങിയവർ പുസ്തകത്തെക്കുറിച്ച് ഗൗരവമേറിയ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. കിലോമീറ്ററുകൾ നടന്നു ചെന്ന് പത്രം എടുത്തുകൊണ്ട് വന്ന് ചായക്കടയിലും ആൽമരച്ചോട്ടിലും ഇരുന്ന് പത്രം വായിച്ച വായനയെക്കുറിച്ച് വായനയെ ഒരു സംസ്കാരമാക്കി മാറ്റിയ PN പണിക്കരെ കുറിച്ച് കുട്ടികളോട് ഞങ്ങൾ അധ്യാപകരായതുകൊണ്ട് ഇങ്ങനെ എല്ലാ വർഷവും പറയുന്നതാണ്. നമ്മുടെ സുദർശൻ ചേട്ടൻ സത്യത്തിൽ ആ ഒരു തലത്തിലേക്കല്ലേ ഉയരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം എങ്ങനെയാണ് ഇങ്ങനെ എഴുത്തുകാരെയും വായനക്കാരെയും കണ്ടെടുക്കാൻ കഴിയുക?
ഇപ്പൊ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഹരീഷിനെ കൈകൊടുത്ത് സ്വന്തമാക്കിയ കഥയാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയാണ് ഓരോരുത്തരെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സുദർശനൻ ആലുമൂട്ടിലാണ് മോഡറേറ്ററായിരുന്നത്. ഡോക്ടർ GR സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് എബ്രഹാം P. ജോൺ എന്നിവർ ഓൺലൈനായും നോവൽ ചർച്ചയിൽ പങ്കെടുത്തു. ശ്രീ ഹരീഷിനെ ആദ്യമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ സന്തോഷം, അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഞാൻ അതിനോട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതാണ്. പക്ഷേ വരാൻ നിർവാഹമില്ലാതെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ അവസരമാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ അതൊരു കഷ്ടമായി പോയി. എങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയ സന്തോഷം. വീണ്ടും ഇതേ വേദിയിലെത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചാണ് നോവലിസ്റ്റ് ഹരീഷ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. ഷാർജയിൽ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭജിക്കയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. കേരളപുരം പുട്ടാണിമുക്ക് സൗപർണിക വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. ജൂലൈ 9-നാണ് വിഭജിക്കയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാർജ അൽക്വായ്സിയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭജിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. കേരളപുരം പൂട്ടാണിമുക്ക് സൗപർണിക വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മൃതദേഹം എംബാം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായെങ്കിലും വിമാന ടിക്കറ്റ് ലഭിക്കാത്തതാണ് നാട്ടിലേക്ക് എത്തിക്കാനുള്ള അനിശ്ചിതാവസ്ഥയ്ക്ക് കാരണമായത്. ജൂലൈ 9-ന് ഉച്ചയോടെയാണ് വിഭജികയെയും മകളെയും ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് നിതീഷിന്റെയും കുടുംബത്തിന്റെയും നിരന്തര പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യയെന്ന ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതോടെയാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നീണ്ടത്. മൃതദേഹം നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഓച്ചിറയിൽ വാഹനാപകടം, ആളപായമില്ല. KSRTC ബസും പെട്ടിയോട്ടോയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ദേശീയപാത 66-ൽ ഓച്ചിറ വലിയകുളങ്ങരയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസും പെട്ടി ഓട്ടോറിക്ഷയും ഇടിച്ചായിരുന്നു അപകടം. പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് മുന്നിൽ KSRTC ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പെട്ടി ഓട്ടോറിക്ഷ ഭാഗികമായി തകർന്നു. കൊല്ലത്തു നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്നു ഫാസ്റ്റ് പാസഞ്ചർ ബസ്. 2 വാഹനങ്ങളും ഒരേ ദിശയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. 30 വർഷം പഴക്കമുള്ള ചന്ദനമരങ്ങൾ മുറിച്ചു നീക്കി. ശാസ്താംകോട്ട മനക്കരയിലെ വീട്ടുവളപ്പിൽ നിന്ന ചന്ദനമരമാണ് വനംവകുപ്പിന്റെ അനുമതിയോടെ മുറിച്ചത്. ശാസ്താംകോട്ട മനക്കര പുതുവീട്ടിൽ അനിൽകുമാറിന്റെ വീട്ടിൽ നിന്ന ചന്ദനമരങ്ങളാണ് വനംവകുപ്പിന്റെ സഹായത്തോടെ മുറിച്ചു നീക്കിയത്. 30 വർഷം പ്രായമുള്ളതാണ് ചന്ദനമരങ്ങൾ. 18 അടി നീളവും ഉണ്ടായിരുന്നു. ഒരു ചന്ദനമരം കടപുഴകിയതിനെ തുടർന്നാണ് വീട്ടുകാർ മരങ്ങൾ മുറിച്ചു നീക്കാൻ തീരുമാനിച്ചത്. 30 വർഷത്തോളം പഴക്കമുള്ള ഒരു ചന്ദനമരമാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഫോറസ്റ്റ് അധികൃതർ വന്ന് ഒരു ഏകദേശം ഒരു 18 ഇഞ്ച് 20 അടി നീളമുള്ള മരമാണ് സംഭവിച്ചത്. നിയമപരമായിട്ട് നമ്മൾ ഫോറസ്റ്റിലേക്ക് കൊടുക്കാനായിരുന്നു നമ്മുടെ ഇതേ തുടർന്ന് നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും വനംവകുപ്പിനെ വിവരമറിയിക്കുകയുമായിരുന്നു. 30 വർഷമായി നട്ടിട്ട് അത് പൊന്നുപോലെ വളർത്തി നട്ടതാണ്. അത് ആരും കാണാതെ മുമ്പൊക്കെ അത് നട്ട് വെച്ച് ആരും വന്ന് ചോദിച്ചാലും ചന്ദനമാണെന്ന് പറയത്തില്ല. അങ്ങനെ വെച്ചതായിരുന്നു. പിന്നെ കാറ്റ് മറിഞ്ഞ് വാർഡ് മെമ്പറെ അറിയിച്ച് ഫോറസ്റ്റുകാരെ അറിയിച്ച് ഫോറസ്റ്റുകാർ വന്ന് മുറിച്ചു കൊണ്ടുപോയി. ചന്ദനമരങ്ങൾ പിന്നീട് മറയൂരിലെത്തിച്ച് ലേലം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. എഫ്ലോയുടെ ചരമവാർഷിക ദിനാചരണം നടത്തി. നീണ്ടകര തീരദേശ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത്. ഗ്രന്ഥശാല വാർഷികം, പുസ്തക പ്രകാശനം എന്നിവയും നടന്നു. എഫ്ലോയി തീരദേശ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് കണ്ണാട്ടുകുടി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ എഫ്ലോയിയുടെ 20ാമത് അനുസ്മരണവും ഗ്രന്ഥശാല വാർഷികവും സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ഗ്രന്ഥശാല പ്രവർത്തക അനുശ്രീ രചിച്ച മൺചെരാത് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തി. യുവസാഹിത്യ പ്രവർത്തകർക്കുള്ള എഫ്ലോയി പുരസ്കാരവും സമ്മാനിച്ചു. ഗ്രന്ഥശാല ബാലവേദി പ്രവർത്തകരിൽ SLCക്ക് ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. ഡൽഹി മുതൽ ഇന്ന് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മുതൽ ഓരോ ഗ്രാമാന്തരങ്ങളിലും പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ,
ബിസിനസ്സുകാർ, അങ്ങനെ പല മേഖലകളിലും പ്രൊഫഷണലുകളും എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു അധ്യാപകൻ തന്നെയായിരുന്നു ആദരണീയനായ FOI സാർ. സാറ് ഈ സമൂഹത്തിൽ വന്നിട്ട് നേരത്തെ സൂചിപ്പിച്ച കണക്ക് അധ്യാപകനായി മാത്രം ഇരിക്കാതെ ഗ്രന്ഥശാല പ്രവർത്തനവും അതുപോലെ കുട്ടികളിലേക്ക് വിവിധങ്ങളായിട്ടുള്ള കലാസാഹിത്യ അതുപോലെ സമൂഹത്തിനെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള സാക്ഷരതാ പ്രവർത്തനങ്ങളിലും എല്ലാം ഏർപ്പെട്ടുകൊണ്ട് സമൂഹത്തെ മൊത്തത്തിൽ സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്തി ഒരു സാമൂഹ്യ പ്രവർത്തകനായി ശക്തമായി നിലനിന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അനുകരണീയമായിട്ടുള്ളൊരു മാതൃക തന്നെയാണ്. ഒരു വ്യക്തി ആ സമൂഹത്തിന് ചാർത്തുന്ന വലിയ രീതിയിലുള്ള സ്വാധീനങ്ങൾ അതിനെ പരമാവധി ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കാലയവനികയിൽ മറന്നുപോയി. ഗ്രന്ഥശാല പ്രസിഡന്റ് S. അജി അധ്യക്ഷത വഹിച്ചു. K. ലതീശൻ സ്വാഗതം പറഞ്ഞു. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V. വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. എവിടെയെങ്കിലുമൊക്കെ ഒരു മനുഷ്യന്റെ വേദനയും ചിരിയും ചിന്തയും ഒക്കെ പൂത്തുലയുമ്പോൾ അവിടെ ചെന്ന് ഉപാധികളില്ലാതെ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ജീവികളുടെ പേരാണ് മനുഷ്യർ. പക്ഷെ വർത്തമാനകാലത്ത് നമ്മൾ കൂട്ടം കൂടരുതെന്നും നമ്മൾ കവിത ചൊല്ലരുതെന്നും നമ്മൾ നാടകം കാണരുതെന്നും നമ്മൾ ഒരു കാരണവശാലും മുദ്രാവാക്യം വിളിക്കരുതെന്നും ഒരു പുതിയ കാലത്തിന്റെ സംഹിത തീരുമാനിച്ചിട്ടുണ്ട്. ആ സംഹിതയുടെ പേര് കമ്പോളം എന്നാണ്. ആ കമ്പോളം ഞാനും നിങ്ങളും അറിയാൻ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് കറുപ്പ് ഒരു മോശം നിറമായി നമുക്ക് തോന്നുന്നത്. നമ്മളൊരു സെൽഫി എടുത്ത ഉടനെ ഏറ്റവും ആദ്യം ചെയ്യുന്നത് അതിന്റെ ബ്രൈറ്റ്നെസ് കൂട്ടുന്നത് കറുപ്പിനെ കുറിച്ച് നമുക്കൊരു അധമബോധമുള്ളത് കൊണ്ടാണ്. ഇന്ത്യയിൽ ജനിച്ച 95% ആളുകളും കറുത്ത നിറക്കാരും തവിട്ട് നിറക്കാരുമാണ് എന്നിരിക്കെ കറുപ്പ് മോശം നിറമാണ് എന്ന് കമ്പോളം നമ്മളോട് പറയുന്നത് എണ്ണമറ്റ സൗന്ദര്യ സമ്മർദ്ദക വസ്തുക്കൾ നമ്മുടെ മാർക്കറ്റിൽ ചെലവാകാനാണ്. തൊട്ട് തലേന്ന് രാത്രിയിൽ മുടിയിൽ സമൃദ്ധമായി കറുത്ത ഡൈ അടിച്ചിട്ട് കലാമണ്ഡലം സത്യഭാമൻ പറഞ്ഞു RV രാമകൃഷ്ണൻ കൊള്ളാം, RV രാമകൃഷ്ണന്റെ ഡാൻസ് കൊള്ളാം, പക്ഷെ RV രാമകൃഷ്ണൻ കറുത്തവനാണ് എന്ന് പറയുകയുണ്ടായി. ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് ചെലുത്തി വിടുന്ന കമ്പോളത്തിന് നമ്മൾ ഒറ്റ തിരിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഗ്രന്ഥശാല വാർഷികത്തിന്റെ ഉദ്ഘാടനം നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാജീവൻ നിർവഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പുസ്തകം ഏറ്റുവാങ്ങി. സ്വപ്ന S. കുഴിത്തടത്തിൽ, ജോയി ആന്റണി, B. അനിൽകുമാർ, M. സുരേഷ്, അശോകൻ ശക്തികുളങ്ങര, KK അനിൽകുമാർ, വിശ്വനാഥൻ പിള്ള, അഡ്വക്കേറ്റ് NS ബൈജു, സുഭകൻ, N. ചന്ദ്രൻ, P. സതീഷ് കുമാർ, ശിവപ്രസാദ, C. ദേവിദത്തൻ പിള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. സംസ്ഥാനത്തെ ആരോഗ്യരംഗത്ത് മികച്ച മുന്നേറ്റം തുടരുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. കരീപ്ര ഇടക്കിടം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഡിസ്പെൻസറിക്ക് ലഭിച്ച കായകൽപ്പ പുരസ്കാരവും ഇതര അംഗീകാരങ്ങളും സ്ഥാപനത്തിന്റെ മികവിന് തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ആരോഗ്യരംഗത്ത് മികച്ച മുന്നേറ്റം തുടരുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. കരീപ്ര ഇടക്കിടം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഡിസ്പെൻസറിക്ക് ലഭിച്ച കായകൽപ്പ പുരസ്കാരവും ഇതര അംഗീകാരങ്ങളും സ്ഥാപനത്തിന്റെ മികവിന് തെളിവാണ്. യോഗ പരിശീലനം ഉൾപ്പെടെ ഇവിടെ നൽകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കരീപ്ര ഗ്രാമപഞ്ചായത്തിന്റെ ആയുർവേദ ഡിസ്പെൻസറി സാധാരണ ആയുർവേദ ഡിസ്പെൻസറികളെക്കാളും അധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒന്നാണ് എന്ന് നിങ്ങൾക്ക് സ്വാഗതത്തിൽ കൂടിയും അധ്യക്ഷ പ്രസംഗത്തിൽ കൂടിയും മാത്രമല്ല ദിവസവും ഇവിടെ വരുന്ന ഇടപെടൽ കൂടി മനസ്സിലായിട്ടുണ്ട്. ഒരു ആയുർവേദ ഡിസ്പെൻസറിക്ക് എന്തൊക്കെ ചെയ്യാം, ഹോസ്പിറ്റലിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ കാണിച്ച് ജനങ്ങൾക്ക് മുമ്പാകെ അവർക്കൊപ്പം നിൽക്കുകയാണ് ഈ പ്രസ്ഥാനം. കാഞ്ഞിരം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ തടി തന്നെ വേണം. കാരണം ഈ എണ്ണ അതിൽ പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊരു മരുന്നിൻ്റെ എഫക്റ്റ് തിരിച്ചുകൂടെ ഇങ്ങോട്ട് ഊറി വരും. അപ്പം നല്ലൊന്നാന്തരം 2 എണ്ണത്തോണി ആ 2 തിയേറ്ററുകളിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. മെയിലിനും ഫീമെയിലിനും ഉണ്ട്. നമ്മുടെ നാട്ടിൻപുറത്ത് ഇങ്ങനെ വരും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇപ്പം ആയുഷിൻ്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായി കൊട്ടാരക്കരയിലെ താലൂക്ക് ഹോസ്പിറ്റൽ, കിടത്തി ചികിത്സയുള്ള ഹോസ്പിറ്റൽ പുതിയ ബിൽഡിംഗ് വരും. 1.5 കോടി രൂപയാണ്. അത് കരീപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സുവിത അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. ഉദയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. അഭിലാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MS. ശിവപ്രസാദ, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിജി ശശിധരൻ, ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS. പ്രിയ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. തേവലക്കരയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ വീട്ടിൽ CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി സന്ദർശനം നടത്തി. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. CPM നേതാക്കളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു.
തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വൈദ്യുതാഘാതമേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ വീട്ടിലാണ് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി സന്ദർശനം നടത്തിയത്. വീട്ടിലെത്തിയ അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. പടിഞ്ഞാറേക്കലട വിളന്തറയിലെ വീട്ടിലാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി എത്തിയത്. മിഥുന്റെ അമ്മ സുജ, സഹോദരൻ സുജിൻ എന്നിവരെ ആശ്വസിപ്പിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. CPM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ, മുൻ MP K സോമപ്രസാദ് എന്നിവർ MA ബേബിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. എക്സൈസ് നടത്തിയ പരിശോധനയിൽ 2.5 ഗ്രാം മെത്താഫിറ്റമിനുമായി യുവാവ് പിടിയിൽ. തേവള്ളി മലയാളി സഭാ സ്കൂളിന് സമീപം മലയാളി സഭാ നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബിലാലാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മെത്താഫിറ്റമിൻ ബിലാൽ വിൽക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് ഇയാളെ നിരീക്ഷിച്ചു വന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ബിലാൽ വൈകുന്നേരമാണ് തിരികെ വീട്ടിലെത്തുന്നത്. മുമ്പ് പള്ളിമുക്കിലെ ഒരു ജ്യൂസ് കടയിൽ ജീവനക്കാരനായിരുന്നു ഇയാൾ. MDMA ഉൾപ്പെടെ എല്ലാ രാസലഹരിയും ഉപയോഗവും വിൽപ്പനയും ഇയാൾ നടത്താറുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു. അത് ഈ കൊല്ലം ടൗൺ ഭാഗങ്ങളിലും അതുപോലെ പോളയത്തോട് ആശ്രമം ഭാഗങ്ങളിലൊക്കെ കുട്ടികൾക്കും മറ്റും ഈ ലഹരി അതുപോലെ തന്നെ MDMA മെത്താംഫെറ്റാമിൻ ഈ സാധനം കൊണ്ടുനടന്ന് വിൽപ്പന നടത്തുന്നതായിട്ടുള്ള പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും അപ്പോൾ ഇവിടെ താമസിക്കുന്ന ബിലാൽ എന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ മെത്താംഫെറ്റാമിൻ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ബിലാൽ. ഇദ്ദേഹം ഈ സാധനം കുട്ടികൾക്കും കൊണ്ടു നടന്ന് വിൽപ്പന നടത്തുന്ന ഒരാളാണ്. കുറേ നാളായിട്ട് ഞങ്ങൾ ഇദ്ദേഹത്തെ നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഷാഡോവിങ്ങിന്റെ ഒരു പ്രത്യേക അന്വേഷണത്തിന്റെ അന്തിമ ഫലമാണ് ഇപ്പം നമുക്ക് ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. സ്കൂൾ കോളേജ് മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ വിൽപ്പന രീതി. ഗ്രാം അനുസരിച്ച് 1500 രൂപ മുതലാണ് ഇയാൾ വിൽപ്പന നടത്തി വന്നത്. കൊട്ടിയത്തുള്ള ഒരാളിൽ നിന്നാണ് മയക്കുമരുന്ന് വാങ്ങിയതെന്ന് എക്സൈസ് പറഞ്ഞു. കഴിഞ്ഞ അർദ്ധരാത്രി തേവള്ളിയിലെ വാടക വീട്ടിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പോലീസ് വാഹനം അപകടത്തിൽപ്പെട്ടു. അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ ഭാരതീപുരം 11ാം മൈലിലാണ് അപകടം. കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കുളത്തൂപ്പുഴയിൽ നിന്നും അഞ്ചൽ ഭാഗത്തേക്ക് പോയതാണ് പോലീസ് വാഹനം. പിന്നിലെ ടയറുകൾക്ക് മതിയായ ഗ്രിപ്പില്ലാതിരുന്നതിനാൽ വളവിൽ വാഹനം തെന്നിമാറുകയും സമീപത്തെ കോൺക്രീറ്റ് തിട്ടയിൽ ഇടിച്ച് ടയർ പൊട്ടി നിയന്ത്രണം നഷ്ടപ്പെടുകയുമായിരുന്നു. തുടർന്ന് വാഹനം റോഡരികിലെ മതിലിൽ ഇടിച്ചാണ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ പിൻവശം ഭാഗികമായി തകർന്നു. SI വിനോദ്, CPO അഭിലാഷ് എന്നിവരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. നിസ്സാര പരിക്കുകളോടെ ഇവർ രക്ഷപ്പെട്ടു. വാഹനത്തിന്റെ പിന്നിലെ ഇരുചക്രങ്ങളും തേയ്മാനം വന്ന് ഗ്രിപ്പില്ലാത്ത അവസ്ഥയിലായിരുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട പോലീസ് വാഹനത്തിന്റെ ടയറുകൾ സമയബന്ധിതമായി മാറ്റാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകട സമയത്ത് റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായില്ല. ഉടൻ തന്നെ റിക്കവറി വാഹനം വരുത്തി പോലീസ് വാഹനം സ്ഥലത്തു നിന്നും മാറ്റി. അപകടത്തിൽ ജീപ്പിന്റെ ഇടതുവശത്തെ 2 ടയറുകളും പഞ്ചറായി. മാസങ്ങൾക്ക് മുമ്പ് കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. സമരസൂര്യൻ VS അച്യുതാനന്ദന് തലസ്ഥാന നഗരത്തിന്റെ യാത്രാമൊഴി. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ. ദർബാർ ഹാളിൽ നിന്നും വിലാപയാത്ര പുറപ്പെട്ടത് 2 മണിയോടെ. VSന്റെ സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ. വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക്. VSനെ അവസാനമായി കാണാൻ വഴിവക്കിൽ കാത്തുനിന്നത് ആയിരങ്ങൾ. VSന്റേത് സമര പോരാട്ടങ്ങളുടെ കനൽ വഴികൾ താണ്ടിയ രാഷ്ട്രീയ ജീവിതം. കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും നെഞ്ചുറപ്പോടെ നേരിട്ട പോരാളി. VS ഇനി അമരസ്മരണം. ഷാർജയിൽ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തി. ബുധനാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് ബന്ധുക്കൾ. കേരളപുരം പുട്ടാണിമുക്ക് സൗപർണിക വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.